ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. കെമിക്കലൊന്നും ഇല്ലാതെ തന്നെ നല്ല നാച്ചുറലായിട്ട് നമ്മുടെ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട്, മുടി കറുപ്പിച്ചാൽ തന്നെ അതിൻ്റെ നിറം നല്ല കട്ട കറുപ്പോട് കൂടി തന്നെ ഒരുപാട് നാൾ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹോം മെയ്ഡ് നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഒട്ടും തന്നെ കെമിക്കലൊന്നും ഇല്ലാതെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിലും പറമ്പിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു ചെടി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ചെടി എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒന്നാണ്. കീഴാർനെല്ലി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പ്രധാനമായിട്ടും ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു ചെടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ മഞ്ഞപ്പിത്തമൊക്കെ വരുന്ന സമയത്ത് ഇത് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഒരുപാട് നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. മഞ്ഞപ്പിത്തത്തിന് മാത്രമല്ല കേട്ടോ, ഇത് കരളിൻ്റെ ആരോഗ്യത്തിനും കിഡ്നി സ്റ്റോൺസിനും അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് നിറയുള്ളതും ഒക്കെയാണ്. ശരീരത്തിൽ ഉണ്ടാകുന്ന ബ്ലഡ് ഷുഗറിൻ്റെ അളവൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാനും ഒക്കെ ഇത് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. എന്നിരുന്നാലും ഇതിൻ്റെ ഉപയോഗം വിദഗ്ധരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഞാനിതിവിടെ ഉപയോഗിക്കുന്നത് ഹെയർ ഡൈ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു 4 ചെടിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. 4 കടയോളം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. സമൂലം അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിതിൻ്റെ ഇപ്പോൾ വേരൊക്കെ കട്ട് ചെയ്തിട്ട് നല്ലപോലെ കഴുകി എടുത്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 കടയോളം ഏകദേശം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലുള്ള അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു തേയില വെള്ളം റെഡിയാക്കി എടുക്കാനുണ്ട്. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ അളവിന് തേയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് 2 കപ്പ് അളവിന് വെള്ളത്തിന്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ വെട്ടി തിളപ്പിച്ച് 2 കപ്പ് വെള്ളം എന്നുള്ളത് അതൊന്ന് കുറഞ്ഞ് വറ്റി 1 കപ്പാകുന്ന രീതിയിൽ നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കണം. ഇനി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഈ ഇല ഞാൻ വേര് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അമ്മി ഉണ്ടെങ്കിൽ അരകല്ലിലിട്ടിട്ട് അരച്ചെടുത്താൽ മതി. ഇത് അരക്കുന്നതിന് മുമ്പായിട്ട് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പനിക്കൂർക്ക, ഒരു 3-4 ഇല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കറ്റാർ വാഴ. ആദ്യം അരിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മഞ്ഞൾ പശയുണ്ടല്ലോ, അതൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം വേണം ഈ കറ്റാർ വാഴ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ. അതുകൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും മുടി നല്ല തിളക്കത്തോടു കൂടി ഇരിക്കാനും ശരിക്കും ഒരു കണ്ടീഷണർ പോലെയൊക്കെ മുടിയിൽ പലപ്പോഴായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് കറ്റാർ വാഴ. അപ്പോൾ അതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ 2 തണ്ട് ചേർത്ത് കൊടുക്കുന്നത്. വലുതാണെങ്കിൽ 1 തണ്ട് മതിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചൂടാറിയ തേയില വെള്ളം. അത് അരിച്ചൊന്ന് അതിലല്പമായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് അരച്ചെടുക്കാൻ പാകത്തിന് ഉള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ വീട്ടിൽ ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇരുമ്പിൻ്റെ ചട്ടിയിലോ, ഇനിയിപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി ഇല്ലെങ്കിൽ എടുക്കുന്ന പാത്രത്തിൽ എന്തെങ്കിലും ഇരുമ്പിൻ്റെ കഷ്ണങ്ങളോ ഇട്ട് വയ്ക്കാൻ പാകത്തിന് വേണം നമ്മളിത് ഡൈ റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അരിച്ച് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മുടിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് എത്ര സൈസാണോ ഉള്ളത് അതിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കിഴാർ നെല്ലിയൊക്കെ അരച്ചെടുത്തതാണ് കേട്ടോ. ഞാനിതിപ്പോൾ അരിച്ചെടുത്ത ഒരു വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് മാത്രം ഞാൻ ഹെയർ ഡൈ ഇവിടെ റെഡിയാക്കുന്നുള്ളൂ. അപ്പോൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു കിഴാർ നെല്ലിയുടെ വെള്ളത്തിലേക്ക് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് മൈലാഞ്ചി അരച്ചതാണ്. ഫ്രഷ് മൈലാഞ്ചി ഇല അരച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നമ്മുടെ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഹെന്ന പൗഡർ ഉണ്ടല്ലോ, അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ. ഇത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഉണക്ക നെല്ലിക്ക ഉണ്ടല്ലോ, ഉണക്ക നെല്ലിക്ക അത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡറിലിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതിയാകും. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ടകളില്ലാതെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം.
ഇതാ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആംല പൗഡർ അല്ലെങ്കിൽ നെല്ലിക്കാപ്പൊടി ഇതാണ്. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇൻഡിഗോ പൗഡറാണ്, നീലയമരിയുടെ പൊടി. ഇതും നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ്. നല്ല ബ്രാൻഡ് നോക്കിയിട്ട് അധികം പഴക്കമില്ലാത്ത നീലയമരി പൊടി തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ഹെയർ ഡൈയുടെ കളർ തരുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നീലയമരിയുടെ ഈ പൊടിയാണ്. അപ്പോൾ ഞാൻ 2 സ്പൂൺ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാതെ മുഴുവനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ അത് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് വേണം ഇതെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്കത് തലയിൽ പുരട്ടി കൊടുക്കുന്ന സമയത്ത് കട്ടയൊന്നും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് നമുക്കിത് പുരട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇനി ഇത് അല്പനേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. കാരണം ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് ഒരു 12 മണിക്കൂർ. അപ്പോൾ ഇന്നാണ് അത് പുരട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തലേന്ന് രാത്രി തന്നെ ഇതൊന്ന് തയ്യാറാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഹെയർ ഡൈയുടെ കളറ് മാറിക്കഴിഞ്ഞാൽ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാതെ തന്നെ ഇത് തലയിൽ പുരട്ടി കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു 12 മണിക്കൂർ കുറഞ്ഞത് വയ്ക്കുക. അതിൻ്റെ ആ ഒരു കളറ് മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡാർക്ക് ഗ്രീൻ എന്നുള്ളതൊക്കെ മാറിയിട്ട് നല്ല ഡാർക്ക് കട്ട കറുപ്പ് കളറാവും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വയ്ക്കുന്നത് മൂലം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡൈയുടെ കളറ് മാറി കിട്ടുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ 12 മണിക്കൂറിനടുത്ത് ഇരുന്ന ഹെയർ ഡൈ ആണ്. ഇതിൻ്റെ കളറൊക്കെ നല്ലപോലെ മാറി കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല കലക്കി വെച്ചിരുന്ന സമയത്ത് ഉണ്ടായതിനേക്കാളും നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തലമുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുളിക്കുന്നതിനൊക്കെ മുമ്പായിട്ട് തലയിൽ വെളിച്ചെണ്ണയോ എണ്ണയോ ഒക്കെ തേക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ. തലയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. കണ്ടില്ലേ, നല്ല കറുപ്പ് കളറാണ്. ഇനി ഇത് നമുക്ക് തലമുടിയിലേക്ക് നരച്ച ഭാഗത്തേക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് തേൽക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇപ്പോൾ ജലദോഷം, നീരിറക്കം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ നെറുകയിൽ അല്പം രാസനാദിപ്പൊടി തിരുമുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഇത് കുറച്ച് നേരം നമ്മൾ തലയിൽ ഇങ്ങനെ വെക്കണമല്ലോ. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തലയ്ക്ക് തണുപ്പ് നൽകുന്നതായതുകൊണ്ട് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി രാസനാദിപ്പൊടി ചേർക്കുന്നത്, തലയിൽ പുരട്ടി കൊടുക്കുന്നത് നന്നായിരിക്കും. ഞാനിത് മുടിയിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട്. നരച്ച ഭാഗം എവിടെയാണോ കൂടുതൽ അവിടെ ഒരു ബ്രഷോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തോ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ തന്നെ തിരുമ്മി പിടിപ്പിക്കാം. തലമുടി ആ കിളിർത്ത് വരുന്ന ഭാഗം മുതൽ മുടിയുടെ അറ്റം വരെ നമുക്ക് നര ബാധിച്ച സ്ഥലത്ത് ഇതുപോലെ തേച്ച് കൊടുക്കാവുന്നതാണ്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് കയ്യിലൊക്കെ ഒന്ന് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഡൈയുടെ കളർ ഉണ്ടല്ലോ, അത് ശരിക്കും നാച്ചുറലായിട്ടുള്ളൊരു കളറായതുകൊണ്ട് തന്നെ കയ്യിലൊക്കെ പറ്റി പിടിക്കുകയും അത് കഴുകി കളയാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈയൊന്നും വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ കയ്യിലിടുന്നത് നന്നായിരിക്കും. ഹെയർ ഡൈ തേച്ചതിന് ശേഷം തലയിൽ ഇത് കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ഇതുപോലെ തന്നെ വെക്കണം. അതൊന്ന് തലയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു കവർ വെച്ചോ ഷവർ ക്യാപ്പോ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഒരു 2 മണിക്കൂർ ഇങ്ങനെ തന്നെ വയ്ക്കാം. ശേഷം തല കഴുകുന്ന സമയത്ത് ഷാമ്പു ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ചെറുപയറിൻ്റെ പൊടിയോ കടലമാവോ താളിപ്പൊടിയോ കൊണ്ട് നല്ലപോലെ തല തേച്ച് കഴുകുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിന് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹെയർ ഡൈ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.